പിന്നെ എൻ്റെ ഫോണ് കള്ളം കട്ടുണ്ടായി. ഇപ്പൊ തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടാ. അൽഹംദുലില്ലാ തിരിച്ചു കിട്ടിയോണ്ട് സന്തോഷം. ഇല്ലെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫോണ് പോയതെന്ന് ചോദിച്ചാല് ഇതാ കടയിൽ നിന്നാണ് പോയിക്കണത്. ഇവിടെ വെച്ചിരുന്നാണ് ഫോണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ കട്ടിങ് ടേബിളാണ് അത്. അതിനിപ്പുറത്തുള്ളൊരു ടീപ്പോയാണിത്. മെഷീൻ ഇവിടെ ഇരിക്കുന്നത്. ഇത് വേറൊരു ടേബിളാണ്. ഇതിൻ്റെ സെൻറ്ററിലാണ് ഞാൻ ഇവിടെ ഇരിക്കുക. കസ്റ്റമർ വന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അധികം കസ്റ്റമറെ നമ്മൾ കയറ്റാറില്ല. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് വെച്ചതല്ല, മെഷീൻ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് അധികം കയറില്ല. നമ്മളങ്ങനെ കാണിച്ചു കൊടുക്കലാണ്. ചില സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതാണ് എൻ്റെ കട്ടിങ് ടേബിൾ. ഇതാണിപ്പോൾ ഫോൺ വെച്ചിരുന്ന ഏരിയ. ഇവിടെ ഇരുന്ന് ഫോൺ വെച്ചിരുന്നത്. ഇതാണിപ്പോൾ എൻ്റെ മെഷീൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ വരും നമ്മളെ ഷോപ്പിൻ്റെ ഏകദേശം രൂപമാണിപ്പോൾ ഇത്. അപ്പോൾ ഞാൻ അവിടുന്ന് മെഷീൻ പിന്നെ ഈ ഇതിൻ്റെ താഴെ കുറേ പിന്നെ ഡ്രസ്സുകളുണ്ടായിരുന്നു, നൈറ്റുകൾ. ഇതിന് പകുതി മുക്കാലും നൈറ്റുകളൊക്കെ എന്നെ കൊണ്ട് ഇടിപ്പിച്ച് അതെല്ലാം ഞാൻ നിവർത്തിട്ട് കൊടുത്ത്. എന്നതിൻ്റെ ശേഷം ആൾക്കതൊന്നും പറ്റിയില്ല. 60 ഫുൾ കൈയുള്ളത് വേണം തന്നെ. 60 ഫുൾ കൈയുള്ളത് ഉണ്ട്, എടുത്ത് കാട്ടി കൊടുത്ത്. അതും പറ്റണില്ല, പ്രിൻ്റ് പറ്റണില്ല. അപ്പോൾ വേറെ വേണം തന്നെ. ഒരു പ്രായമുള്ള സ്ത്രീയാണ്, മക്കനെയും പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മാനേക്കാളും കുറച്ച് ഏജ് ഉണ്ടാവും. പിന്നെ ഒരു പേരക്കുട്ടിയുണ്ട്. ഒപ്പം പേരക്കുട്ടിൻ്റെ കയ്യിലാണ് മൊബൈലുള്ളത്. ഓനത് നോക്കിയിട്ട് ഗെയിമും കളിച്ചിട്ട് പിന്നെ സ്റ്റൂളും ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അപ്പുറത്തെ കടയിലൊക്കെ പോയിട്ടാണ് വന്നിക്കുന്നത്. അടുത്തുള്ള കുട്ടീനോട് പറഞ്ഞു, അടുത്തുള്ള ഷോപ്പിലുള്ള കുട്ടി. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ട്, ഞാൻ കട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഡിസ്പ്ലേ കണ്ടപ്പോൾ അവർ കയറിയതാണെന്ന് പറഞ്ഞ് മാക്സിക്ക് വേണ്ടിയിട്ട്. ചുരുക്കം പറഞ്ഞാൽ അതൊന്നും ഒന്നും പറ്റാതെ ആൾ പോവുകയും ചെയ്തു. ഞാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ പറ്റുന്നതിന് കൈയില്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കൈക്ക് പറ്റി നിങ്ങൾ കൊടുന്നു തരണമെങ്കിൽ ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ പല ആൾക്കാരെ കഷ്ണങ്ങളെല്ലാം എടുക്കുന്നത് പലതും പല രീതിയിലായിരിക്കും. ഇതിനൊരു മാച്ചുള്ള ഇല്ല എൻ്റെ എടുക്കുന്നതാണ്. അങ്ങനെ ആളത് ഡോറൊക്കെ അടച്ച് പോയി. വെയിലാണ് ഇവിടെ, അപ്പം ഡോർ അടച്ച് അങ്ങനെ പോയി. ഞാൻ പിന്നെ ഇലാസ്റ്റിക് വേണം, ലൈനിങ് വേണം. അപ്പോൾ ഇക്ക വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കലുണ്ട്. കാരണം മെസ്സേജുകൾ പലതും പല ആൾക്കാരതും കട്ടിങ്ങിൻ്റെ ഒക്കെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നാളെ കൊടുക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ അവർ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മെസ്സേജും കണ്ടിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ മൊബൈൽ കാണാനില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാൽ കുറച്ച് മുമ്പും കൂടെ ഞാൻ കണ്ടതാണ്. അവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് മൊബൈൽ കണ്ടതാണ്. അപ്പോൾ ഞാനത് റിലാക്സ് ആയതിൻ്റെ ശേഷം ഒന്ന് ഇരുന്നിട്ട് നോക്കാം, മോൾക്കൊന്ന് വിളിക്കും വേണം. അപ്പോൾ നോക്കിയിട്ട് മൊബൈൽ കാണാനില്ല, കത്തി. അപ്പം എനിക്ക് തോന്നി ഇവിടെ വന്ന ആൾ എടുത്ത് പോയതാണെന്ന്. എനിക്ക് പലതൊക്കെ ഉണ്ട് മനസ്സിൽ വന്നത്. എങ്ങനെ ഞാൻ ഓടും, എവിടേക്ക് പോകും, കൈയും കാലൊക്കെ ആകെ തളർന്നു. എങ്ങനെ പോവും, അവരെവിടെയാണ്, ബസ്സിന് പോയോ? അപ്പോൾ അതിലെടുക്ക് ഞാൻ എവിടെയാണ് നിങ്ങൾ സ്ഥലം എന്ന് ചോദിച്ചിരുന്നു. ചേന്നര എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്നെ കണ്ടാൽ നമ്മളിവിടെ ഉള്ള ആൾക്കാരാണെന്നൊന്നും തോന്നൂല. പലരും ഞാൻ ഏതോ നാട്ടിലെത്തി, പാലക്കാട്ടിലെത്തി, അവിടെ ഇവിടെ ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ നാട് പറഞ്ഞതിന് ധൈര്യത്തിൽ പറഞ്ഞിടും നമ്മൾ ഏതേ നാട്ടിലെത്തില്ല എന്നുള്ളത്. അപ്പോൾ ചേന്നര എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചേന്നര എവിടെ എന്ത് ശശികമരാണെങ്കിൽ സെറ്റായിട്ടില്ല നമ്മളത്. അപ്പോൾ ബസ് കയറി പോയെങ്കിൽ ഇപ്പം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ആ സമയത്താണ് വേറെ ടീം വന്നിട്ട്, നമ്മളറിയുന്ന ടീം തന്നെയാണ്, അപ്പുറത്തെ ഷോപ്പിലുള്ള കുട്ടിയാണ്. അവളോളമ്മയും വന്നിട്ട് മാക്സിൻ്റെ എന്താ വില, ഇത് പുതിയതാണല്ലോ എന്ന് ചോദിച്ചിട്ട് വന്ന്. ഞാൻ പറഞ്ഞു മാക്സിൻ്റെ വിലയൊക്കെ പിന്നെ പറഞ്ഞുതരാം, എൻ്റെ ഫോൺ ഇങ്ങനെ പോയിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട്, ഇവിടെ വന്ന ടീമാണ് കൊണ്ടുപോയിക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അതിനുള്ളിൽ കയറി നോക്കി. ഞാൻ ഇനി അങ്ങോട്ടുണ്ടോ ഇവിടെ വെച്ചിക്കണമെന്നുള്ള അറിയില്ലല്ലോ, വെറുതെ ഒരാളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും ഞാൻ നോക്കി. പിന്നെ ഇക്കാൻ്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടണില്ല പറയാൻ, എൻ്റെ ഫോൺ നമ്പർ തന്നെ എനിക്ക് കിട്ടണില്ല. അവളെ ഫോണിൽ നിന്നൊന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആകെ ടോട്ടലി ഒരു പ്രശ്നത്തിലായി ഞാൻ. അങ്ങനെ ഞാൻ പിന്നെ ഇവള് പറഞ്ഞ് ഗ്ലാസ്സുമേൽ നിങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കോളിംഗ് നമ്പർ ഉണ്ടായില്ലേ, എന്നാൽ അതിലൊന്ന് അടിച്ചു നോക്ക്, എടുക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ പണിപാളി തന്നെ വേറെ രീതിയിൽ കൂടെ നോക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറേ അടിച്ചു. അങ്ങനെ 2-3 വട്ടം അടിച്ചതിന് ശേഷം അപ്പം തന്നെ സ്പോട്ടിലാണ് എല്ലാം നടക്കുന്നുള്ളതാണ് ഒരു ആൺകുട്ടി എടുക്കുന്നത്. അപ്പോൾ ആൺകുട്ടി എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ ഇത് ഇവിടുന്ന് ഈ ഫോൺ എനിക്ക് കിട്ടി, ഇത് എൻ്റെ കടയിൽ ആരോ മറന്നു വെച്ച് പോയതാണ്, നിങ്ങളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെതാണ്, മറന്നു വെച്ച് പോയതല്ല, എൻ്റെ ഷോപ്പിൽ നിന്ന് ആരോ കൊണ്ടുപോയതാണ് എന്നറിയാം. അപ്പം അവിടെ പിന്നെ ഒരു പർദ്ദ പിന്നെ മഫ്തി ഇട്ടിട്ടുള്ള മക്കനിട്ടിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടോ അവിടെ എന്ന് വെച്ച് പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അവരെ വിടല്ല, ഞങ്ങളാണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആലത്തൂർ അങ്ങാടി കഴിഞ്ഞിട്ട് പോകണം, കുറച്ച് ദൂരമാണ്. അപ്പോൾ 2 കടയിൽ അതിൻ്റെ ഇടയിൽ ആൾ കയറിയിരിക്കുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അവരെ കണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്.
വീഡിയോ ഞാൻ എൻ്റെ അപ്പുറത്തുള്ള കടയിലുള്ള കുട്ടീൻ്റെ ഫോൺ വാങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ ഞാനത് ഇടുന്നില്ല. അതിൻ്റെ മാന്യത. ഒരു പക്ഷേങ്കിൽ അതിന് അബദ്ധം പറ്റിയതാണെങ്കിൽ അത് പറയുന്നത് അബദ്ധം പറ്റിയെന്നാണ് പറയുന്നത്. അബദ്ധം പറ്റാണെന്ന് എനിക്ക് തോന്നണില്ല. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ പേരക്കുട്ടിയുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വല്യമ്മ. ഇവിടെയാണ് പിന്നെ കണ്ടമാനം കസ്റ്റമർ കയറിയിട്ട് തിക്കും തിരക്കുള്ളൊരു ഷോപ്പല്ല. പിന്നെ അതിനകത്ത് ബാഗില്ല. പിന്നെ അത് മാത്രമല്ല, അതിന് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടുന്ന് ഈ ടേബിളിൽ നിന്ന് സാധനം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എൻ്റെ മെഷീൻ്റെ ഇവിടെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഓക്കെ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അവരിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് എടുക്കുക, അവരെ മൊബൈൽ ഇവിടെ മറന്നു വെച്ച് നിൽക്കുക. പക്ഷേ ഇവിടേക്ക് വന്നിട്ട് എടുക്കുമ്പോൾ അത് അവരെ മൊബൈൽ മറന്നു വെച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതായത് ഇത് നമ്മൾ പ്രൈവസി. ഇവിടേക്ക് ഉള്ളിൽ കയറിയിട്ട് അത് എടുക്കുമ്പോൾ അത് എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ് തിരുത്താൻ ഞാൻ തയ്യാറല്ല, ഞാൻ ആക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഇൻഫർമേഷനായിട്ട് കാണണം. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പറ്റാതിരിക്കട്ടെ, അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കസ്റ്റമറാണെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ഈസ് കിങ് എന്നാണ് അല്ലേ? ഒരു ബിസിനസ് ചെയ്യുന്ന നമ്മളെല്ലാവരും കസ്റ്റമർ അത്രയായിട്ട് കാണണം, ഒരു രാജാവിനെ പോലെ കാണണം. ചില സമയത്ത് നമുക്ക് അവരെ അതിലും തറായിട്ട് കാണും വേണം. കാരണം അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പക്ഷെ അവരോട് കാണിക്കണ്ടെന്നുള്ളൂ. ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലമാണ്, നമ്മുടെ ജീവന് വരെ അപകടം ഉണ്ടാവും. എപ്പോഴും CC ക്യാമറ വേണം എൻ്റെ മോന് പറഞ്ഞിരുന്നതാണ്, ഇതുവരെ ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇതേപോലെ ഒറ്റക്കാരായിട്ട് ബിസിനസ് കച്ചവടമൊക്കെ ചെയ്യുന്നവരെ, സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉള്ള ഒരു പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇതേപോലെ ആൾക്കാർ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ സാധനങ്ങളൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അവർ ഇറങ്ങി പോകുമ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. പിന്നീട് നമ്മൾ കാറ് കയറിയിട്ട് താക്കിയൊന്നും കാര്യമില്ല. പിന്നെ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ ആ കണ്ടുപിടിക്കാനും താക്കാനൊക്കെ എളുപ്പമായിരിക്കും. 4 ടൈം അത്രയും പോകുമല്ലേ. അതുപോലെ തന്നെ കസ്റ്റമർ വരുമ്പം അവർ നമ്മളെ സാധനങ്ങൾ എടുക്കുന്നത് അവരത് നമ്മളത് വെക്കുന്നത്. അതിൻ്റെ അടുത്ത് എത്രയോ സംഭവിച്ചിട്ടുണ്ട്. ചെരുപ്പടക്കം മാറിപ്പോയ ആൾക്കാരുണ്ട്, കസ്റ്റമറുണ്ട്. അപ്പോൾ അതൊക്കെ അത് പിന്നീട് അവർ വരും ചെയ്യും, നമ്മളതവർക്ക് കൊടുക്കുകയും ചെയ്യും. കുട മറന്നവരുണ്ട്, മൊബൈൽ മറന്നവരുണ്ട്, ബാഗ് മറന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇവിടെ അല്ല, ഞാൻ മറ്റേ ആ ഷോപ്പുള്ള കാലത്ത് എന്നുവെച്ചാൽ അവർക്ക് ഉറപ്പാണ് ഇന്നലെ നാളെ പോയാൽ കിട്ടുമെന്ന്. മാസങ്ങൾ കഴിഞ്ഞിട്ട് വരെ നമ്മളെടുത്ത് വന്ന് കൊണ്ടുപോയ ടീമുണ്ട്. കാരണം അത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. കാരണം ടീച്ചർമാർക്കൊക്കെ സാലറി മേടിക്കാൻ വരുന്ന ബ്ലോക്ക് ഓഫീസായിരുന്നു അംഗനവാടി ടീച്ചർമാരൊക്കെ. അപ്പം അന്ന് അവിടെ അങ്ങനെയാണ്. ഇപ്പം പഞ്ചായത്ത് ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർ പിന്നെ അടുത്ത മാസമേ വരുള്ളൂ. അപ്പം അവർ പകുതി മുക്കാലും സാലറി മേടിച്ച് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് നിന്ന് സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവർ ആ സാലറി കിട്ടിയാൽ കുറച്ച് പൈസ എനിക്ക് തന്നിട്ട് ബാക്കി സാധനങ്ങളായിട്ട് പോക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പാണ് ഇവിടെ ഉണ്ടാവുന്നുള്ളത്. അവർ വിളിച്ച് ചോദിക്കും. പിന്നെ വരുമ്പം അർജൻറ്റില്ലെങ്കിൽ അവർ പിന്നെ വരുമ്പോൾ കൊണ്ടുപോകല് പിറ്റത്തെ മാസം. അതുപോലെ പലർക്കും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളത് കെയർ ചെയ്തിട്ട് അവിടെ വെക്കുകയും ചെയ്യും. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് സംഭവിക്കുന്നത്. അത് മൊബൈലായതുകൊണ്ട് കൈയും കാലൊക്കെ ശരിക്ക് തളർന്ന് പോയിട്ടാണ്, പേടിച്ച് പോയി. പക്ഷെ ആ പേടിച്ചിട്ട് നമ്മൾ തളർന്നിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രവർത്തിക്കണമല്ലോ. ഞാൻ അങ്ങാടിക്ക് ഓടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ കുട്ടി എനിക്ക് നല്ലൊരു സപ്പോർട്ടായി. അവളെ ഫോണിൽ കൂടെ വിളിച്ച് ചോദിച്ചു. പിന്നെ അവളും ഞാനും കൂടാണ് അവിടെ പോയിട്ട് സാധനം എടുത്തത്. അവർ ആ സ്ത്രീ ആണെങ്കിൽ ബബ്ബ അടിക്കണം, പല രീതിയിലാണ് പറഞ്ഞത്. അവിടെ എൻ്റെ കോള് പോയപ്പം അവിടെ അവനോട് പറഞ്ഞിരിക്കണം എന്താണ്, ഇത് ഇവിടെ ഉള്ള ഫോണാണല്ലോ, നിങ്ങളെ ഫോണല്ലേ, ഞങ്ങൾ എടുത്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ സോറി പറയാൻ വേണ്ടി വന്നത്. അവിടുന്ന് സോറി പറഞ്ഞു. ഇവിടെ വന്നിട്ട് സോറി വന്നിട്ട് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഈ ചാനലിൽ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് മൊബൈലിൽ എടുക്കുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് പേടി, എൻ്റെ മക്കളോ മരുക്കളോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. അപ്പോൾ ഇജ അങ്ങനെ ചെയ്യല്ല, സോറി ഇജ അങ്ങനെ ഒഴിവാക്കണം, ഉമ്മാണെന്ന് വിചാരിച്ചാൽ മതി, പിന്നെ വാപ്പാണെന്ന് വിചാരിച്ചാൽ മതി, അതുപോലെ ഒരു മാക്സി ഞാൻ എടുത്തോളാം എൻ്റെ സങ്കടം മാറാൻ. അപ്പം തന്നെ ഉടായ്പാണെന്നുള്ള മനസ്സിലായില്ല. എൻ്റെ സങ്കടം ഒരു മാക്സി എടുത്താൽ മാറണമാണോ? ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിപ്പോൾ ശരിയല്ല, നിങ്ങൾ പൊയ്ക്കോളി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊരുത്തപ്പെടിക്കാൻ പറ്റണ ഇതാവില്ല. അപ്പോൾ അത് നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ പോകുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് തൊണ്ട വരലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി നിന്ന് വെള്ളമൊക്കെ കുടിച്ചോളി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ നിങ്ങൾ പൊയ്ക്കോളി, അതാണ് നല്ലത്. പിന്നെ കൂടുതൽ നേരം എന്നോട് വർത്താനം പറയില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ തുറന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാൻ ചിലപ്പം വല്ലതും പറയും, എൻ്റെ വിഷമം അത്ര അയക്കണ്. ഞാനിപ്പോൾ ഈ പണിയെടുക്കുന്ന സമയത്ത് എന്താണ് ഈ പച്ച വെയിലത്ത് ഞാൻ അവിടെ വരെ ആ കുട്ടീനെ കൂട്ടിയിട്ട് ഓടുന്നത്. അത് ഇതൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടാണ് പോകണമെങ്കിൽ ഞാൻ എവിടെ പോയിട്ട് ഇത് തപ്പും? അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ഒരു കസ്റ്റമർ കടയിൽ കയറിയിട്ട് അവനവൻ്റെ സാധനങ്ങൾ അല്ലാത്ത ഒരു സാധനം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അവർ ഒരുപാട് ദിക്ക് തിരക്കുള്ള കടയുണ്ടെങ്കിൽ വേണ്ടില്ല, അങ്ങനെ എന്തെങ്കിലും മാറിയതാണ് ഞാൻ പറഞ്ഞ മാതിരിയൊക്കെ. അപ്പോൾ ഇത് എന്തോ ആണ് സംഭവം. എന്തായാലും ഞാൻ അവരുടെ വീഡിയോ ഞാൻ ഇതിലിടുന്നില്ല. ഇനി അവർ ഇങ്ങനത്തെ ചെയ്യൂല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഞാൻ പേടിപ്പിച്ചിട്ടുമുണ്ട്. ഇനി അത് മാത്രമല്ല, പിന്നെ ഇനി അങ്ങനെയുള്ള ഒരു പരിപാടി എവിടെയെങ്കിലും പരിപാടി എന്ന് മാത്രമല്ല ഈ പരിസരത്തേക്ക് ഞാൻ അവർ വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു പേടി അതിന് ഉണ്ടായിക്കണമെന്ന് തോന്നണ്.
ഞാൻ അഭിനയിച്ചാണെന്ന് പറയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സോറിയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർ ചെയ്തിരിക്കുക. ഒറ്റക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവന് വരെ അപകടം ചിലപ്പോൾ സംഭവിച്ചുകൂടായില്ല. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നമ്മളോട് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് അത് മടക്കിയൊക്കെ അല്ലെങ്കിൽ ഇതാക്കി അവർ പോവല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ട് അവരെന്താണ് വന്നിട്ടുള്ളത് അത് അവർ ചെയ്തിട്ട് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ പറയണില്ല, എനിക്ക് സമയമില്ല. അതിൻ്റെ ഒരു ഏതായാലും അൽഹംദുലില്ലാ 100 വട്ടം റബ്ബിനോട് ശുക്ർ, എനിക്ക് അത് കിട്ടിയല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ടീച്ചർമാർ അവർക്ക് നാളെ മുതൽ ഇലക്ഷൻ്റെ വർക്കാണ്. അപ്പോൾ അവർക്കുള്ള അർജൻറ്റ് വർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവരിവിടെ വന്നപ്പോൾ ഞാൻ ഷോപ്പ് അടച്ചിട്ടായിരിക്കുന്നു. ഞാൻ ഇതിന് വേണ്ടി ഓടിയതാണ്. എന്നിട്ട് അവർ വിളിച്ചിട്ടുള്ളത് നമ്പറും ഫോൺ അവിടെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല ഭാഗ്യം ഉണ്ട് നിങ്ങൾക്ക്, അത് തിരിച്ച് കിട്ടിയില്ലേ. ഞാൻ പറഞ്ഞു ഫോണ് പൈസ കൊടുത്താൽ കിട്ടും, EMIക്കെങ്കിലും വാങ്ങാം, പക്ഷെ അതിൽ 100 കൂട്ടം കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം വേറൊരു വിഷമം. എന്തായാലും അൽഹംദുലില്ലാ കിട്ടിയത് സന്തോഷം. അപ്പോൾ നിങ്ങളുമായി ഇത് ഞാൻ കാര്യം ഷെയർ ചെയ്താണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും.